ഇടുക്കി ചതുരംഗപ്പാറ വില്ലേജിൽ സർക്കാർ ഭൂമിയിൽ വൻതോതിൽ അനധികൃത പാറ ഖനനം നടന്നതായി വിജിലൻസിന്റെ കണ്ടെത്തൽ. സർക്കാരിന് 1 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ഉടുമ്പൻചോല താലൂക്കിലെ പാപ്പൻപാറ, സുബൻപാറ എന്നിവിടങ്ങളിലാണ് ഖനനം നടന്നത്. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു സുരേഷ്, സർക്കാരിന് നഷ്ടമുണ്ടാക്കി പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കുണ്ട് എന്ന കണ്ടെത്തലുണ്ടോ വിജിലൻസിന്? വേണു, വിജിലൻസ് കണ്ടെത്തിയത് അങ്ങനെ തന്നെയാണ്. ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഇത്തരത്തിൽ ഈ സർക്കാർ ഭൂമിയിൽ നിന്ന് പാറ അനധികൃതമായി ഖനനം ചെയ്യാനാവില്ല എന്നാണ് കോട്ടയം വിജിലൻസ് യൂണിറ്റിന്റെ കണ്ടെത്തൽ. 3 ഇടങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടത്തിയത്. ആ 3 ഇടങ്ങളിലും അനധികൃതമായി പാറ ഖനനം നടന്നിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലാണുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉയരുകയും വിജിലൻസ് ഇടപെടുകയും മൂവാറ്റുപുഴ സ്വദേശിയിൽ നിന്ന് 12 ലക്ഷം രൂപ പിഴ ഈടാക്കുന്നതിന് ഉത്തരവിടുകയും ചെയ്തു. അതിനുശേഷവും ഇത്തരത്തിൽ ഈ ആളുകൾ അനധികൃതമായി പാറ ഖനനം ചെയ്യണമെങ്കിൽ അത് ജിയോളജി വകുപ്പ് ഉൾപ്പെടെയുള്ളവരുടെ അറിവോട് കൂടിയാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നാണ് വിജിലൻസിന്റെ ആവശ്യം. മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഇത്തരം ഈ ഇടുക്കിയിലെ ഈ പല മേഖലകളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അതിൽ ജിയോളജി വകുപ്പ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിക്കുന്നുവെന്നും ഈ വിജിലൻസിൽ പരാമർശിക്കുന്നുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എങ്കിൽ അത് വ്യക്തമാകൂ എന്നാണ് വിജിലൻസ് പറയുന്നത്. വേണു, വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.